ശ്രീ ജോർജ് സ്റ്റീഫനെ ക്ഷണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ MLA ശ്രീ റോജി എം ജോൺ, ചാലക്കുടി ലോക്സഭ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കോർഡിനേറ്റർ KPCC എക്സിക്യൂട്ടീവ് അംഗം മുൻ MLA ശ്രീ PJ ജോയ്, UDFൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ, DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, KPCC സെക്രട്ടറി S. അശോകൻ, ജബി മേത്തർ, മറ്റ് UDFൻ്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, 18ാമത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഒരു അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 2014 അതുപോലെ 2019 RSS നിശ്ചയിച്ച വർഷങ്ങളായി അവർ ഉന്നയിച്ചു വരുന്ന ആവശ്യങ്ങൾ BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ തയ്യാറായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമ്പോഴും സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നും പ്രായോഗികമാക്കുവാനായിട്ട് NDA മുന്നണി തയ്യാറാകില്ല എന്നാണ് സാധാരണ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചു വന്നത്. പക്ഷേ വളരെ അടുക്കും ചിട്ടയോടുകൂടി തന്നെ അത്തരത്തിൽ ദേശീയ തലത്തിൽ ഇപ്പോഴും അവർക്ക് 40% താഴെ വോട്ടർമാരുടെ ഭൂരിപക്ഷമേ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 80%-ലധികം ജനസംഖ്യയുള്ള ഹൈന്ദവരിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴും മതേതരത്വ നിലപാട് സ്വീകരിക്കുവാനായിട്ടുള്ള ഉറച്ച നിലപാട് ജവഹർലാൽ നെഹ്റു മുതലുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും ഒക്കെ സ്വീകരിച്ച ആ ഒരു നിലപാടിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനാധിപത്യവാദികളും എല്ലാ സമുദായ അടിസ്ഥാനത്തിൽ പോലും ചിന്തിച്ചാൽ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. ആ നിലപാട് മാറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും 2014-ലും 2019-ലും വ്യത്യസ്തങ്ങളായ ജനങ്ങളുടെ വികാരങ്ങളെ ഇക്ലിപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ ഭൂരിപക്ഷത്തിന് വശത്താക്കുവാനുള്ള തീവ്രമായ നിലപാടുകൾ എടുത്തപ്പോൾ പോലും 37-36% പേരുടെ മാത്രം പിന്തുണയെ NDA മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ അനൈക്യം മുതലെടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം കരസ്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും പാർലമെൻറ്റിൽ ഒന്നൊന്നാകെ പിച്ചിച്ചീന്തിക്കൊണ്ടുള്ള നടപടികളാണ് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും നടന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 100-ലധികം MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ, പ്രതിപക്ഷം അംഗങ്ങൾ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലഘട്ടത്തിലും പാർലമെൻറ്റിലും നിയമസഭകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് തികഞ്ഞ ഏകാധിപത്യ ശൈലിയിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ പോലും കേരളത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും MPമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത്തരം നടപടികൾ ഏറ്റവും അവസാനമായി ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗം രാജിവെച്ചിരിക്കുന്നു. എന്ത് ലക്ഷ്യത്തിലാണ്
അതിനെ സംബന്ധിച്ച് ഇപ്പോഴും വളരെയധികം സംശയങ്ങൾക്ക് ഇട നൽകുന്ന വിധത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗത്തിൻ്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ തുടർച്ചയായി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ദേശീയ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നരേന്ദ്രമോദി അടുത്ത വെള്ളിയാഴ്ചയും കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി 3-ാം വട്ടം എത്തുകയാണ്. കേരളത്തിൽ ഒരു നിയമസഭാ അംഗമില്ല, ഒരു പാർലമെൻറ്റ് അംഗമില്ല എന്നിരുന്നിട്ട് പോലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയുടെയും ഉത്തരേന്ത്യയുടെയും ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് എന്ന് വ്യാഖ്യാനമുണ്ടെങ്കിലും യഥാർത്ഥ ചിത്രം അതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ പ്രാതിനിധ്യം BJPക്ക് ലഭിച്ചെങ്കിൽ ഉത്തരേന്ത്യയിലെ ആ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇന്ന് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ അറിയാം, പ്രശാന്ത് ഭൂഷൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, BJPക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെ. അത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇവിടെ കുറേ മാജിക്കുകളൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ഉത്തരേന്ത്യയിൽ മുഴുവൻ BJP, ദക്ഷിണേന്ത്യയും BJP പിടിച്ചാൽ ഇവിടെ സ്വർഗമാക്കുമെന്നുള്ള തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വാസ്തവത്തിൽ ഉത്തരേന്ത്യയിലെ നില പരിങ്ങല്ലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ 2004 സംഭവിച്ച ആ ഒരു രാഷ്ട്രീയ മാറ്റം 2024 സംഭവിക്കുമെന്നുള്ളതാണ് വാസ്തവം. അടൽ ബിഹാരി വാജ്പേയി ഭരണത്തിൽ വരും എന്ന് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അല്പം സമയം കൂടി അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റുമെങ്കിലും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് 2004 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ വാജ്പേയിയുടെ വരവ് വീണ്ടും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അത്തരമൊരു സാഹചര്യം തന്നെയാണ് 2024 സംജാതമാകാൻ പോകുന്നത്. മാധ്യമങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ പറയുന്നതിന് അപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങളുടെ വികാരം, രാജ്യത്തെ ഭരണഘടന പിച്ചു ചീന്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണശൈലിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായി തന്നെ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പും ഫലങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റിലാണ് വിജയിച്ചതെങ്കിൽ 20 സീറ്റും UDFന് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് ബോധ്യം വരുന്നത്. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ഭരണമാറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ജനാധിപത്യത്തെയും അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫാസിസ്റ്റ് ഭരണം, ഏകാധിപത്യ ഭരണം, മതേതരത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭരണം അവസാനിപ്പിക്കുന്നതിന് തന്നെ BJPയെ പരാജയപ്പെടുത്തുവാനുള്ള സർവ്വസന്നാഹങ്ങളോടും കൂടി തന്നെ ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ന് ഗുജറാത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായ് ജോഡോ യാത്ര നടക്കുന്നത്. അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ
തെരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് BJP ഇത്തരത്തിലുള്ള അങ്കലാപ്പിലേക്ക് വരുന്നതിന് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ BJP 2 അക്ക സംഖ്യയിലേക്ക് കടക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനങ്ങളിൽ ഒന്നും തന്നെ യാതൊരു കഴമ്പുമില്ലാത്ത വണ്ണം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടുകൂടെയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയതായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോകുന്നവരെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അൽഫോൻസ് കണ്ണന്താനത്തെയും ടോം വടക്കനെയും ഒക്കെ സ്വീകരിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചില തുറുപ്പുചീട്ടുകൾ അവർക്ക് ഈ തവണയിൽ ലഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 2014-ലും 2019-ലും ഒക്കെ നേടിയ ആ ഒരു കാലുമാറി വരുന്നവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുവാനുള്ള NDAയുടെ ശ്രമമായാലും അത്യധികം ആഹ്ലാദിക്കുന്ന CPMൻ്റെ ശ്രമത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. കഴിഞ്ഞ തവണത്തേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ ശ്രീ ബെന്നി ബെഹനാൻ്റെ വിജയം ഉറപ്പിക്കുവാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ നിയമസഭാ സാമാജികനും മികച്ച വാഗ്മിയുമായിട്ടുള്ള ആദരണീയനായ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ മുൻവശത്ത് പുറകിൽ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഒന്ന് നമ്മുടെ ഈ ഹാളിൻ്റെ ഇടതുവശത്തുള്ള ഹാളിലും നമ്മൾ കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് കടന്നിരിക്കണം. നമ്മുടെ ഈ ഹാളിന് ആളുകളെ ഉൾക്കൊള്ളാനുള്ള പരിമിതിയുണ്ട്. പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപത്തുള്ള ഹാളിൽ നമുക്കവിടെ സ്ക്രീൻ ഉൾപ്പെടെ അവിടെ കാണാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ആസന്നമായിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മകൾ കാത്തുസൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരുടെ മുമ്പിലും ഒരുപാട് ആകുലതകൾ പങ്കുവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തവണ മതേതര കക്ഷികളുടെ താളം പിഴച്ചാൽ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ നാടിന് അന്യമാകും എന്ന രീതിയിലേക്ക് നാട് നീങ്ങുകയാണ്. ഇന്ത്യ കാത്തു സൂക്ഷിച്ച ഒട്ടേറെ നന്മകളുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര നന്മ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രൊഡക്റ്റല്ല. ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് മതമൈത്രിയും സ്നേഹവും സൗഹൃദവുമൊക്കെ നിലനിന്നിട്ടുണ്ട്. മധ്യേഷ്യയിൽ നിന്ന് വന്ന ആര്യന്മാരെ ദ്രാവിഡന്മാർ സ്വീകരിച്ചതും ഇവിടെ എത്തിയ
മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഹൈന്ദവ സമുദായം സ്വീകരിച്ചതുമൊക്കെ ഭരണഘടന പിറവിയെടുത്ത കാലത്തല്ല, അത് ഇന്ത്യയുടെ പൈതൃകമാണ്. ആ പൈതൃകം തിരിച്ചറിയുന്നത് കൊണ്ടാണ് രാജ്യത്ത് ആദ്യമായി ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആരാകണം എന്ന് നല്ല ദൈവവിശ്വാസിയായ മഹാത്മജി അന്വേഷിച്ച് കണ്ടെത്തിയത് തികഞ്ഞ മെറ്റീരിയലിസ്റ്റായ ഒരു മതത്തോടും പ്രത്യേകമായ ആഭിമുഖ്യമില്ലാത്ത പണ്ഡിറ്റ് നെഹ്റുവിനെയാണ്. ഒരു രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയാൽ ആ രാജ്യത്തെ പൗരന്മാരെ രാഷ്ട്രത്തിന് അനുഗുണമാക്കി മാറ്റുന്ന വലിയ പ്രക്രിയ ചെയ്യേണ്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് മക്കയിൽ ജനിച്ച മൗലാന അബുൽ കലാം ആസാദിനെയാണ്. അതോടൊപ്പം തന്നെ ജോൺ മത്തായിയും സർദാർ വല്ലഭായ് പട്ടേലും ഏറ്റവും മതസ്ഥിത വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന് വലിയ നിയമജ്ഞനായി മാറിയ ഡോക്ടർ അംബേദ്കറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യത്ത് ആദ്യം ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യയുടെ പരിച്ഛേദമാണ്. വിദേശ രാഷ്ട്രവുമായി ഇന്ത്യ ആദ്യത്തെ ഒരു യുദ്ധത്തിന് ഒരുമ്പെടുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ പോലും അത് കാണാൻ കഴിയും. പാർസിയായി ജനിച്ച ജനറൽ മനേക്ഷാ കരസേനാ മേധാവിയും ഒരു സിഖുകാരനായി ജനിച്ച ജനറൽ അറോറ നാവികസേനയുടെ മേധാവിയും ഒരു മുസ്ലിമായി ജനിച്ച ലുത്ഫി വ്യോമസേനയുടെ മേധാവിയുമായി ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കട്ടെ എന്ന് നെഹ്റു തീരുമാനിക്കുന്നത് അത് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ആ നന്മയാണ്. ആ നന്മ രാജ്യം തകരുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ധാന്യക്കൂടാരം ബംഗാളിലെ ഗോതമ്പ് വയലുകളാണ്. അത് പാകിസ്ഥാനിലേക്ക് പഞ്ചാബിലെ ഗോതമ്പ് വയലുകളാണ്. അത് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ബംഗാൾ പട്ടിണി എന്ന പേരുള്ള വലിയ ദുരന്തം രാജ്യത്തുണ്ടായി. അമേരിക്കയുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പട്ടിണി മാറ്റിയിരുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് നെഹ്റുവിൻ്റെ വീക്ഷണങ്ങളാണ്. ബക്രാന്തങ്കൽ അണക്കെട്ടിന് തറക്കല്ലിട്ടുകൊണ്ട് നെഹ്റു പറഞ്ഞത്, നവഭാരതത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ഞാൻ അടിത്തറയിടുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ പണിയണം ഇന്ത്യ രക്ഷപ്പെടാൻ. നെഹ്റുവിൻ്റെ വീക്ഷണം ശരിയായിരുന്നു. ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയത്. ഇന്ത്യ വളർന്നു. ആ വളർച്ച മുഴുവൻ ഇന്ന് വിസ്മരിക്കുകയാണ്. ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ആ നന്മകളെ മുഴുവൻ തകർക്കുകയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെയും രാജ്യത്ത് ഭക്ഷ്യോൽപാദനം നടത്തുന്ന കർഷകനെയും ഒരുപോലെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന്. ഇന്ന് ആ കർഷകൻ്റെ നെഞ്ചിലേക്ക് പട്ടാളക്കാർ വെടിയുണ്ട് എതിർക്കുന്ന നാടായി ഇന്ത്യ മാറുകയാണ്. അപകടകരമായ പാന്താവിലേക്ക് ഈ രാജ്യം നീങ്ങുകയാണ്. ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പൗരന്മാരുടെ പൗരത്വത്തെ പോലും ചോദ്യം ചെയ്ത അപകടകരമായ അവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ നവകാലിയിലെ രക്തം പുരണ്ട മണ്ണിലായിരുന്നു മഹാത്മജി. നഗ്നബാധനായി രക്തം വീട് കിടക്കുന്ന മണ്ണിലൂടെ നടന്നുകൊണ്ട് ഗാന്ധിജി പറഞ്ഞത്, ഇല്ല, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഇവിടം വിട്ടു പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അവരെ ആട്ടി ഓടിച്ചുള്ളൊരു ഇന്ത്യ എനിക്ക് വേണ്ട. അതുകൊണ്ട് നിർത്തണം ഈ അക്രമം, നിർത്തണം ഈ അക്രമം. അന്ന് ആഗ്രഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വരികയാണ്. ഞാൻ എന്ത് വേണം? ഇങ്ങനെയൊരു ഇന്ത്യ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രക്തം ചാലിട്ടൊഴുകുന്ന ഒരു ഇന്ത്യ ഒരു ഘട്ടത്തിലും മഹാത്മജിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പറയുന്നത്, അന്ന് മനുഷ്യൻ്റെ രക്തം ചാലിട്ടൊഴുകാൻ അനുവദിക്കില്ല, മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ രേഖകൾ പരിശോധിച്ച് പൗരന്മാരെ പുറത്താക്കുന്നിടത്ത് ഇന്ത്യ നിൽക്കുകയാണ്. അപകടകരമാണ് ഈ നാട്. ആ അപകടത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഭിന്നിപ്പിച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് മരിക്കുന്ന ഈ ഘട്ടത്തിലും ഇന്ത്യ രാജ്യത്ത് നീതി നടപ്പാക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യ രാജ്യം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഇന്ത്യ തിരിച്ചെടുക്കാൻ പരിശ്രമിക്കുകയാണ്. ഇന്ത്യ അപകടപ്പെട്ടുകൂടാ, ഇന്ത്യ തകർത്തുകൂടാ. എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഈ ഇന്ത്യയുടെ ആത്മാവ് ഞാൻ വീണ്ടെടുക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതീക്ഷ കൈവിട്ടുകൂടാ.
ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും അനുവദിച്ചുകൂടാ. അതിനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ BJPക്കെതിരായി രാജ്യത്ത് BJP അങ്ങനെ ഓരോ മാജിക് നമ്പർ പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമെന്ന്. ആ മാജിക് നമ്പർ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തരേന്ത്യക്കാർ കനിയണമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ സംശയം വേണ്ട, ഇത്തവണ ദക്ഷിണേന്ത്യ കൊണ്ട് ആ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതിന് നമുക്ക് കഴിയും. ദക്ഷിണേന്ത്യയിലെ ഓരോ പ്രദേശത്തെയും ഇന്നത്തെ മികവ് നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും. നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കപട നാടകങ്ങൾ വെറുതെയാണ്. അവർ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അവർക്ക് ഒരേ സമയത്ത് BJPയെയും കോൺഗ്രസിനെയും ഇന്ത്യ രാജ്യത്ത് കാണുകയാണ്. കോൺഗ്രസും CPM-ഉം BJPയും CPM-ഉം മാത്രമാണ് കോൺഗ്രസിൻ്റെ ശത്രുവായി നിൽക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ്? ആ ഉദ്ദേശശുദ്ധിയാണ് നമുക്കിന്നും തിരിച്ചറിയാത്തത്. ഇവർക്കെതിരായി നിൽക്കാൻ നമുക്ക് കഴിയണം. ഇവരുടെ ഈ കാപ്പട്യത്തെ തിരിച്ചറിയണം. ഇവർക്ക് രാജ്യത്തെ ജനങ്ങളെ തകർത്തെറിഞ്ഞ് നമുക്ക് 2 ഡ്യൂട്ടിയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ നെരിപ്പോടിൽ കിടക്കുന്നത് പോലെയാണ്. ഒന്ന് നരേന്ദ്രമോദിയുടെ തീ മുകളിലും, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ തീ താഴെയും നിൽക്കുന്ന നെരിപ്പോടിൽ കിടക്കുന്ന പരുവത്തിലാണ് നമ്മൾ. നമുക്ക് 2 വിഷയങ്ങളിലുമുള്ള തിരിച്ചടി ഇതുവഴി ഉണ്ടാകണം. അതിന് സാധ്യമാകും. ആ സാധ്യമാകുമെന്നത് തെളിയിക്കുകയാണ് കേരളത്തിൽ ഇന്നുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളൊക്കെ തന്നെ. ആ രാഷ്ട്രീയ ചലനങ്ങളാണ് നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്നുണ്ടോ? അവരെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട് വക്ക് പൊട്ടിയ പ്ലേറ്റും കണമുറിഞ്ഞ കയ്യിലും വാങ്ങാൻ നടക്കുന്ന ആക്രി കച്ചവടക്കാരൻ്റെ ചാക്ക് പോലെ BJPക്കാരൻ നടക്കുകയാണ്. ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ അങ്ങനെ ഒന്ന്? എന്നാൽ അവരെ ഇതിലേക്കാണ് കൊണ്ടുവരാം. പക്ഷേ കോൺഗ്രസ് ബുദ്ധിപരമായി നേരിട്ടു. നിങ്ങൾക്കറിയാം, ശ്രീ മുരളീധരൻ കോഴിക്കോട്ട് നിന്ന് പോരുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. കാരണം അദ്ദേഹം മലബാറിൻ്റെ ആത്മാവറിഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് തൃശ്ശൂരിലേക്ക് പോരുമ്പോൾ കോഴിക്കോട്ടുകാർക്ക്, വടക്കേ മലബാറുകാർക്ക് നിങ്ങൾക്കറിയാം വലിയ ഒരു മാനസികമായ പ്രയാസമുണ്ട്. എങ്കിലും ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ നന്മ കേരളത്തിൽ കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് എടുത്ത ധീരമായ തീരുമാനത്തിന്റെ ഭാഗമായി 20-20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന അഭിമാനകരമായ തെരഞ്ഞെടുപ്പായി ഇത് മാറും. അതുകൊണ്ട് ഇവർക്കൊക്കെ തിരിച്ചടി നൽകാൻ നമുക്ക് കഴിയണം. നാട് നശിക്കുകയാണ്. കടം കൊണ്ട് കേരളം പൊറുതിമുട്ടുകയാണ്. 4 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം. ജനിക്കുന്ന ഒരു കുഞ്ഞ് 1,10,000 രൂപ കടക്കാരനാണ്. ഒരു നാട് കടം കൊണ്ട് പൊറുതിമുട്ടുന്നു. നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയാത്തവർ. നിങ്ങൾക്കറിയാമല്ലോ, ആന ചവിട്ടിയിട്ട് ഒരു മനുഷ്യൻ വയനാട്ടിൽ മരിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററിന് ഉത്തരവിട്ടത് ബാംഗ്ലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരാനാണ്. ചാലക്കുടിയിൽ 80 ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ ഒന്നും ഉണ്ടായിരുന്നത്ര. സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ. കാരണം എല്ലായിടത്തും ഭരണരംഗത്ത് വൻ പരാജയം. ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നാട്ടുകാരൊക്കെ എന്തോ ആകട്ടെ, എനിക്ക് വിരോധമില്ല, ഞാൻ സുരക്ഷിതരായാൽ മതി എന്ന രീതിയിൽ നടക്കുകയാണ്. അതാണ് നിങ്ങൾക്കറിയാത്തത്. എത്രയെത്ര മുഖ്യമന്ത്രിക്കാരന്മാരെ കണ്ടവരാണ് നമ്മൾ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതിയത്, കണ്ണൂരിൽ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയുടെ സെക്യൂരിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഞാൻ രാത്രി ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിൽ കിടന്നുറങ്ങുകയാണ്. രാത്രി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉണർന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ കിടന്നുറങ്ങുന്നു. ആരാണെന്നറിയാൻ ഞാൻ എഴുന്നേറ്റുമ്പോൾ പരിചിതമായ മുഖം നോക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഉടനെ സെല്യൂട്ട് അടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, സെല്യൂട്ട് നാളെ അടിച്ചാൽ മതി, താൻ അവിടെ കിടന്നോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതാ നിർഭയനായി ഈ ട്രെയിനിൽ, ഈ കമ്പാർട്ട്മെന്റിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണ് സഖാവ് പിണറായി വിജയൻ. ഈ കേരളം എന്ന കാര്യം അങ്ങ് മറക്കരുത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇന്ന് എന്തിനാണ് ഇത്ര പട്ടാളം? എന്തിനാണ് ഇത്ര പോലീസ്? ഞങ്ങൾക്കറിയാത്തതാണ്. സ്റ്റാലിനെ കുറിച്ച് പറയാറുണ്ട്, ലെനിന് ശേഷം റഷ്യയുടെ ഭരണം ഏറ്റെടുക്കേണ്ടത് ട്രോട്സ്കി ആയിരുന്നു അത്രേ. ട്രോട്സ്കി വിദേശത്തായിരുന്ന സമയത്ത് തന്ത്രപൂർവ്വം ഭരണം പിടിച്ചടക്കിയ സ്റ്റാലിൻ
പിന്നീട് ട്രോട്സ്കിയെയും അനുയായികളെയും കൊന്നതിന് ശേഷം വലിയ ഭീതിയോടുകൂടി ജീവിച്ചിരുന്ന റഷ്യയെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തനിക്ക് വന്ന അപജയത്തിന്റെ ഭീതി പിണറായി വിജയൻ അലട്ടുന്നുണ്ടോ എന്ന് ഈ കേരളം ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ വലുതാണ്, അവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. കേരള വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാര തകർച്ചയാണ് ഒരു കാലത്ത് ചർച്ച ചെയ്തത് എങ്കിൽ എൻ്റെ മക്കളെ സ്കൂളിലേക്ക് അയച്ചാൽ, കോളേജിലേക്ക് അയച്ചാൽ ജീവനോടുകൂടി തിരിച്ചെത്തില്ല എന്ന് പറയുന്നൊരു പരുവത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ പാഠം പഠിപ്പിക്കാൻ കിട്ടിയ ഈ അവസരം ഭംഗിയായി വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ പോരാട്ടം വളരെ പ്രധാനമാണ്. നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിയും ബെന്നി ബെഹനാനെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബെന്നി ബെഹനാൻ കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിയമസഭയിൽ മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിലാകട്ടെ എവിടെയാകട്ടെ പരിചയപ്പെടുത്താൻ ഒരാമുഖമില്ലാത്ത വിധം നിങ്ങൾക്കിടയിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ വോട്ട് ഓരോന്നും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ശ്രീ അനൂപ് ജേക്കബ് MLA. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, സന്നിഹിതരായിരിക്കുന്ന നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് അതിൻ്റെ ആദ്യത്തെ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയങ്ങൾ UDFന് സമ്മാനിച്ച ഒരു നിയോജകമണ്ഡലമാണ് ചാലക്കുടി. അതേ തിളക്കമാർന്ന വിജയം ഇപ്രാവശ്യവും ചാലക്കുടിയിൽ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാനിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടുന്നത്. ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിനും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെയൊക്കെ പൊതുവായ രാഷ്ട്രീയ ഇടപെടലുകളിലുമൊക്കെ ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ബോധ്യത്തോടെയാണ് വീണ്ടും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ, വോട്ടർമാരെ നമ്മൾ ഓരോരുത്തരും സമീപിക്കുന്നത്. സ്നേഹിതരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ട്. സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് കടന്നു വരും. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ഈ 2024 നേരിടാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രാജിയടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തെ നിലനിർത്തുവാൻ, നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ ജനാധിപത്യത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന വർദ്ധിതമായ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോരുത്തരുടെ കൈകളിൽ നിലകൊള്ളുന്നത്.
ഈ രാജ്യത്തെ നയിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടാവുക എന്നത് കാലം നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ദൗത്യമാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് എളുപ്പമാർന്ന ദൗത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഒരേ മനസ്സോടെ നമുക്ക് മുമ്പോട്ട് പോയാൽ, ഒരേ ചിന്തയോടെ നമുക്ക് മുമ്പോട്ട് പോയാൽ, പലതരത്തിലുള്ള പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെയുള്ള കുത്തുകൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടും നേരിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും നമ്മളെ തളർത്തുന്നില്ല. അത്തരത്തിലുള്ള കുത്തുകൾ കൂടുതൽ വർദ്ധിതമായ ഐക്യം UDFിലും കോൺഗ്രസിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാട്ടുവാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ നല്ല നാളുകളിലേക്ക് നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുമ്പോൾ തന്നെ ഇന്ന് രാജ്യത്തെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചിത്രവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാജ്യത്തിൻ്റെ മതേതരം ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലും സമാനമായ സ്വഭാവത്തിലുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്നരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം ജനാധിപത്യ ധ്വംസനമടക്കം ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി നമുക്ക് എണീറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലകൊള്ളുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ആവേശം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ നിലനിർത്തി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാനെ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. സ്നേഹിതരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പൊതുവായ സ്ഥിതിവിശേഷങ്ങൾ എത്രയോ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. കാർഷിക മേഖലയിലെ തകർച്ച, വ്യാപാര വ്യാവസായിക മേഖലകളടക്കം ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നത്, കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്ന അടക്കമുള്ള എത്രയോ വിഷയങ്ങൾ. ഇന്ന് കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇന്നുടലെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ആശങ്ക നേരിടുന്നത് കർഷക ജനവിഭാഗങ്ങളെയാണ്. വിലയിടിവ്, വിളനാശം അടക്കമുള്ള പ്രശ്നങ്ങളുടെ മുന്നിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കർഷകർ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കാൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ഈ 3 മാസം പിന്നിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ 8 കർഷകരുൾപ്പെടെ 8 പേരാണ് കേരളത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുരുതരമായ ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ ഗവൺമെൻറ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നടത്തുന്നത്. ഈ ഗവൺമെൻറ്റിന് യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഇടപെടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ ഉയർന്നു വരുന്ന സമരങ്ങൾക്ക് നേരെ ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ്? അതിനെതിരെ ജനാധിപത്യ രീതിയിൽ ശബ്ദിക്കുമ്പോൾ, അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുമ്പോൾ പ്രിയപ്പെട്ട ജോസഫ് സാറ് വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതരെ, അതടക്കമുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഈ സർക്കാരിൻ്റെ സമീപനം ഇവിടെ എത്തി നിൽക്കുന്നു.
SFIയുടെ ആക്രമണത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള എത്രയോ വിഷയങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു. വിലക്കയറ്റം കൊണ്ട് ജനം നട്ടം തിരിയുമ്പോൾ നമ്മുടെ പൊതുവിതരണ സംവിധാനങ്ങൾ നിശ്ചലമായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പോലീസ് സേനയെ പരിപൂർണമായും രാഷ്ട്രീയവൽക്കരിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സ്നേഹിതരെ, എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റിലാണ് നമ്മൾ വിജയിച്ചതെങ്കിൽ ഇത്തവണ 20 സീറ്റിലും വിജയിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് വോട്ടുകളാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. അത് കൃത്യമായി ഏറ്റെടുത്ത് ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാന് ഏറ്റവും വലിയ വിജയം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗത്തിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചാലക്കുടി പാർലമെൻറ്റ് UDF കമ്മിറ്റിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ മുൻ MLA ശ്രീ PJ ജോയി അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുകളെ, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാനടക്കം ശ്രീ PJ ജോസഫ്, ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അടക്കമുള്ള നേതാക്കൾ എല്ലാവർക്കും തൃശ്ശൂരിൽ നടക്കുന്ന കൺവെൻഷനിൽ കൂടി പങ്കെടുക്കാനുള്ളതുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ കടക്കുന്നില്ല. ഞാനാണെങ്കിൽ സ്വാഗത പ്രസംഗം പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്വാഗത പ്രസംഗം നടത്താൻ നമുക്ക് നിയോഗം കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഈ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും നടക്കുന്ന കിരാത ഭരണങ്ങൾക്കെതിരെ വിധി എഴുതാനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാം അതിന് വീടാന്തരം കയറി ഇറങ്ങി ഇന്ന് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുവാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ ഒരു കൺവെൻഷനാണിത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ നമ്മുടെ MLA ശ്രീ റോജി M. ജോണാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ മുത്തലീഫ്, ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ KP ധനപാലൻ, ഞാൻ ഒരു അറ്റത്ത് അങ്ങോട്ട് പറയാൻ ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫ്, ഞാൻ പറഞ്ഞല്ലോ സ്വാഗത പ്രസംഗം പറഞ്ഞിട്ട് നാൾ കുറയായിരുന്നു, അതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. പ്രിയപ്പെട്ട ജബി മേത്തർ, പ്രിയങ്കരനായ മൊഹോന്ന് കാണട്ടെ, ജോസ് വള്ളൂർ നമ്മുടെ DCC പ്രസിഡന്റ്, ഞാനിനി പറയുന്നില്ല, പ്രിയങ്കരായ MLA-മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടകൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ എല്ലാം